അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 7ാമത്തെ പാഠമാണ്. 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 7ാമത്തെ പാഠമാണ്. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും ചോദ്യചിഹ്നമാണ്. ചോദിക്കാൻ ഉപയോഗിക്കുന്ന പദം, ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്കൊന്ന് കടക്കാം. അദ്ദർസു സാബിയു, 7ാമത്തെ പാഠം. ഐനൽ ഹമാമത്തു, പ്രാവ് എവിടെയാണ്? ഐനൽ ഹമാമ, പ്രാവ് എവിടെയാണ്? ഐനൽ ഹമാമ, പ്രാവ് എവിടെയാണ്? ഐനസ്സൂം, വെളുത്തുള്ളി എവിടെയാണ്? അസ്സൂമു ഫിൽ ഇനാഇ, വെളുത്തുള്ളി പാത്രത്തിലാണ്. ഐനൽ ഹമാമ, പ്രാവ് എവിടെയാണ്? അൽ ഹമാമത്തു അലൽ ജിദാർ, പ്രാവ് ചുമരിലാണ് അല്ലെങ്കിൽ മതിലിലാണ്. പ്രാവ് മതിലിലാണ്. ഐന ദറാജ, സൈക്കിൾ എവിടെയാണ്? അദ്ദറാജത്തു ഫിഷാരി, സൈക്കിൾ റോട്ടിലാണ്. ഐനൽ ലിബിനു, മകൻ എവിടെയാണ്? അൽ ലിബിനു അല ദറാജ, മകൻ സൈക്കിളിലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചോദ്യചിഹ്നങ്ങളെക്കുറിച്ചായിരുന്നു അല്ലേ? അതോടൊപ്പം ഒരു സാധനത്തിൻ്റെ ഫോട്ടോ കാണുകയാണ് നമ്മൾ. ചില വസ്തുക്കളുടെ, ഉള്ളി, പ്രാവ്, സൈക്കിൾ, കുട്ടി. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടി എവിടെയാണ് അല്ലേ? സൂം എവിടെയാണ്? പ്രാവ് എവിടെയാണ്? ദർറാജ് എവിടെയാണ്? ഇബിൻ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഇന്ന സ്ഥലത്താണ് എന്ന് പറയാനും കൂടി നമ്മൾ പഠിക്കണതിൽ. അപ്പോൾ പാത്രത്തിൽ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഫീ ചേർത്തി കൊടുക്കണം. പിന്നെ മതിലിൽ എന്ന് പറയുമ്പോൾ അല അല്ലേ, അതിൻ്റെ മുകളിലിരിക്കുകയാണ്. പിന്നെ അതേപോലെ റോട്ടിൽ എന്ന് പറയുമ്പോൾ റോഡിൽ, അപ്പോൾ ഫീ. അതുപോലെ സൈക്കിളിൽ, അപ്പോൾ അല. ഇതുപോലുള്ള ഈ പ്രയോഗവും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ചോദ്യം ഐന അല്ലേ. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് കിടക്കുക, 20ാമത്തെ പേജിലേക്ക്. അവിടെ ഉണ്ട് അൽ ഇബിനു അല ദറാജ, കുട്ടി സൈക്കിളിന്മേലാണ്. അപ്പോൾ ചോദ്യം ചോദിക്കണം കുട്ടി എവിടെയാണ് എന്ന്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഐനൽ ലിബിനു, കുട്ടി എവിടെയാണ്? ഇനി അസ്സമക്കു ഫിൽ മായി, മത്സ്യം വെള്ളത്തിലാണ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മത്സ്യം എവിടെയാണ് എന്ന് ചോദിക്കണം അറബിയിൽ. എങ്ങനെ ചോദിക്കും? ഐന സമക്കു, മത്സ്യം എവിടെയാണ്? ഇനി അൽ ഹക്കീബത്തു, ബാഗ് അല ത്വാവിലെത്തി, മേശമലാണ്. അപ്പോൾ നമ്മൾ ചോദ്യം എന്താണ്? ഹക്കീബ എവിടെയാണ്? ഐനൽ ഹക്കീബ, ഹക്കീബ എവിടെയാണ്? ബാഗ് എവിടെയാണ്? ഇനി അൽ മാഉ ഫിദ്ദൽവി, ബക്കറ്റിലാണ് വെള്ളം അല്ലേ? അപ്പോൾ വെള്ളം എവിടെയാണ്? ഐനൽ മാഉ, വെള്ളം എവിടെ? അൽ മാഉ ഫിദ്ദൽവി. അപ്പോൾ ഉത്തരം അങ്ങനെ കിട്ടും. അപ്പോൾ ചോദ്യം എങ്ങനെ കിട്ടണം? ഐനൽ മാഉ, ഐനൽ ഹക്കീബ, ഐനൽ സമക്കു, ഐനൽ ഇബിനു. ഇതുപോലെ ഇനി നമുക്കെന്ത് നോക്കാം? നസ്ലു സുആല വൽ ജവാബ, ഉത്തരവും ചോദ്യവും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അനുയോജ്യമായതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തി കൊടുക്കണം. ആദ്യത്തെ ചോദ്യം തന്നെ എന്താണ്? ഐനൽ ഉമ്മു, ഉമ്മ എവിടെയാണ്? അപ്പോൾ നമ്മൾ നോക്കുക ഇപ്പുറത്തെ ഭാഗത്ത് എവിടെയാണ്? ഇവിടെ കൊടുത്തിരിക്കുന്നത് 2ാമത്തെ കള്ളിയിൽ, ഇപ്പുറത്ത് 2ാം പാർട്ടിൽ 2ാമത്തെ കള്ളി അല്ലുമ്മു ഫിൽ ബൈത്തി, ഉമ്മ വീട്ടിലാണ്. അപ്പോൾ ഉത്തരം കറക്റ്റായി അല്ലേ? ഇനി ഐനൽ മുഅല്ലിമു, അധ്യാപകൻ എവിടെയാണ്? അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയപ്പോൾ അൽ മുഅല്ലിമു ഫിസ്സഫി, അധ്യാപകൻ ക്ലാസ്സിലാണ്. ഇനി ഐനൽ കഅബത്തു, കഅബ എവിടെയാണ്? അൽ കഅബത്തു ഫി മക്ക അല്ലേ? അൽ കഅബത്തു ഫി മക്ക, കഅബ മക്കയിലാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഐന സമക്കു, മത്സ്യം എവിടെയാണ്? അസ്സമക്കു ഫിൽ മായി, മത്സ്യം വെള്ളത്തിലാണ്. ഇനി നസ്അലു വ നുജീബു കമാ ഫിൽ മിസാലി, ഈ ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാക്കാം. ഈ ഉദാഹരണത്തിലുള്ളതുപോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ എവിടെ ചോദ്യം കൊടുത്തത്? ഐനൽ മാഉ, വെള്ളം എവിടെ? അൽ മാഉ ഫിദ്ദൽവി അല്ലേ, വെള്ളം ബക്കറ്റിലാണ്. ഇതുപോലെ നമ്മൾ 21ാമത്തെ പേജിൽ ചോദ്യവും ഉത്തരവും നമ്മൾ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കണം.
അപ്പോൾ നമുക്ക് അതായത് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് കഴിയും. അപ്പോൾ നമ്മൾ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചല്ലോ. ചോദ്യം അയിനെ വെച്ചുണ്ടാക്കിയാൽ മതി, ഉത്തരം അലാഫി എന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി. നോക്കുക, ഇവിടെ ഒരു പേനയും പുസ്തകവും കൊടുത്തിട്ടുണ്ട്. പേന പുസ്തകത്തിൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ ഒരു കലമുണ്ട്, ഒരു കിതാബുണ്ട്. കലം കിതാബിൻ്റെ മുകളിലാണുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെ ചോദിക്കുക? ഐനൽ കലമു, പേന എവിടെയാണ്? ഐനൽ കലമു, പേന എവിടെയാണ്? അൽ കലമു, പേന അലൽ കിതാബി, പുസ്തകത്തിൻ്റെ മുകളിലാണ്, പുസ്തകത്തിൻ്റെ മേൽ. ഇനി വത്തക്ക കൊടുത്തിട്ടുണ്ട്. വത്തക്ക ഒരു സെല്ലയിലാണ്. അപ്പോൾ ബിത്തീഹ ഒരു സെല്ലയിലുണ്ട്. ഇൽ എന്ന അർത്ഥം വരുമ്പോൾ ഫി എന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ ചോദ്യം ഇതാണ്, എവിടെയാണ് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ അതിന് അറബിയിൽ ഐന. അപ്പോൾ എന്ത് പിന്നെ വത്തക്ക എവിടെയാണെന്നാണ് ചോദിക്കേണ്ടി വരിക. അപ്പോൾ ഐനൽ ബിത്തീഹ, ഐനൽ ബിത്തീഹ, ബിത്തീഖാണ്. അപ്പോൾ നമ്മൾ പറയാം അൽ ബിത്തീഹ എവിടെയാണ്? അൽ ബിത്തീഹത്തു ഫിസ്സല്ല, അൽ ബിത്തീഹു ഫിസ്സല്ല, കുട്ടയിലാണ്. ഇനി അടുത്ത ചോദ്യം, മാങ്ങ മരത്തിലുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കണം ഐന എവിടെയാണെന്ന് ചോദിക്കണം. ഐനൽ അമ്പജു, മാങ്ങ എവിടെ? അമ്പജ് എന്ന് മാങ്ങക്ക് ഉപയോഗമുണ്ട്, മാഞ്ച എന്ന് ഉപയോഗമുണ്ട്. നമുക്ക് രണ്ടും ഉപയോഗിക്കാം. ഐനൽ മാഞ്ച അല്ലേ? ഐനൽ അമ്പജു, എവിടെയാണ് മാങ്ങ? അൽ അമ്പജു അലഷജറത്തി, മരത്തിലാണ് അല്ലേ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്രോ മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ ആയത്ത് വായിച്ചു നോക്കാം. ഐന ശുറക്കാഉക്കും, നിങ്ങളുടെ പങ്കാളികൾ എവിടെയാണ്? അപ്പോൾ പിന്നെ ഫ ഐന തദ്ഹബൂൻ, നിങ്ങൾ എവിടെ പോകുന്നു അല്ലേ? ഐന, അതാണ് നമ്മളെ ചോദ്യം, പഠിക്കേണ്ട ഭാഗം. ഐന, ഐന രണ്ടിലും. പിന്നെ നമ്മളിവിടെ നമ്മളെ എഴുത്തൊന്ന് കറക്റ്റ് ചെയ്യണം, എഴുത്ത് ഭംഗിയാക്കണം അല്ലേ? എഴുത്ത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഖത്തുൻ നസ്ഖ് എന്നാണ് പറയുക ഇതിന്. ഈ ഖത്തുൻ നസ്ഖ് റെഡിയാക്കാൻ ഇതേപോലെ എഴുതി പഠിക്കണം. അതിൻ്റെ ആ ശക്കിൽ രൂപങ്ങളൊക്കെ കറക്റ്റ് നോക്കി അതേപോലെ ആ എഴുതി അല്ലേ? അലിഫ് എഴുതി, അംസ എഴുതി, അതിനുശേഷം യാ എഴുതുമ്പോൾ രണ്ട് പുള്ളിയൊക്കെ ഇടുന്നുണ്ടെങ്കിലും നൂനിൻ്റെ അത്ര തന്നെ വലുപ്പവും കനൊന്നും ഉണ്ടാവില്ല അതിന്. യായിലെ ഐന എന്നുള്ളിടത്തുള്ള യാ ചെറുതായിരിക്കും, നൂന് അതിലും കുറച്ച് വലുതായിരിക്കും, താഴ്ചയും ഉണ്ടാവും. അങ്ങനെയാണ് ആ എഴുതുന്ന രൂപങ്ങൾ അതെത്ര എത്ര വരിയിലാണ് ആ യാ കൊള്ളുന്നത് നോക്കുക. അല്ലേ? യാ എങ്ങനെയാണ്, എത്ര ഒരു വരിൻ്റെ ഏത് ഭാഗങ്ങളിലൂടെയാണ് അതിൻ്റെ അക്ഷരത്തിൻ്റെ രൂപം കടന്നു വന്ന്. നൂന് വരുമ്പോൾ അതിൻ്റെ കുറച്ച് താഴോട്ട് പോകണം. അപ്പോൾ എത്രാമത്തെ വരിയിലൂടെയാണ് അത് കടന്നു പോകുന്നത്, എത്ര വരിക്കുള്ളിൽ അത് ഉൾക്കൊള്ളാം, രണ്ട് വരിയിലും ശരിക്കും തട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി ആ രൂപത്തിലാണ് ആ യാവും നൂനൊക്കെ എഴുതി പഠിക്കേണ്ടത്. അലിഫ് എഴുതുമ്പോൾ ആ വരിയിൽ എത്ര വരിയിൽ അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വേണം എഴുതി പഠിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.